നമ്മൾ വേഗത്തിൽ നമ്മുടെ സ്റ്റഡീസിലേക്ക് പോവുകയാണ്. സോ ബുക്ക് ഓഫ് എസ്റ്റർ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ എസ്തറിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആൻഡ് ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ ദ ബൈബിൾ എന്നാണ് പറയുന്നത്. വളരെ നിസ്തുല്യമായിട്ടുള്ള മറ്റേത് പുസ്തകത്തെക്കാളും വളരെ വ്യത്യസ്തമായ ഭാവപകർച്ചയുള്ള ഒരു പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഫിൽഡ് വിത്ത് ഡ്രാമ, സസ്പെൻസ് ആൻഡ് ഡിവൈൻ പ്രൊവിഡൻസ്. ഇവിടെ നമുക്ക് നല്ലൊരു കഥ പോലെ തോന്നും. സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സസ്പെൻസ് കാണാൻ നമുക്ക് അതിനകത്ത്. ദെൻ ദൈവത്തിന്റെ കരുതൽ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. ഈവൻ ദോ വി നെവർ സീൻ ഗോഡ്സ് നെയിം ഇൻ ദാറ്റ് ബുക്ക്, പക്ഷേ കർത്താവിന്റെ കൈകൾ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൈവത്തിന്റെ പേര്, ദൈവം എന്ന് പറയുന്ന ഒരു പേരില്ലാത്തൊരു പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം തുടങ്ങുന്ന എങ്ങനെ? ആദിയിൽ ദൈവം, ഫസ്റ്റ് തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു വാക്കാണ്. എന്റെയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ആമേൻ കർത്താവേ. ഓക്കെ, സോ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്ന ദൈവം എന്ന് പറയുന്ന വാക്ക് നിറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ് ബൈബിളിലെ 65 പുസ്തകങ്ങൾ. എന്നാൽ ഒരു പുസ്തകത്തിൽ മാത്രം ദൈവം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ സ്റ്റോറിയിലുടനീളം, ബൈബിളിലുടനീളം ദൈവത്തിന്റെ കൈകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ, ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന, ഹിന്ദു ദേശം എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ കാണുന്ന ബൈബിളിലെ ഒരു പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്നുള്ളത്. എസ്തറിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം, അതുപോലെ 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം. ഈ 2 വചനങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എസ്തറിന്റെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ 37 പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഹിസ്റ്റോറിക് ബുക്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അതിനകത്ത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, ദിനവൃത്താന്ത പുസ്തകങ്ങൾ, ഇങ്ങനെ തുടങ്ങിയുള്ള എസ്ര, നെഹമ്യാവ്, ഇതൊക്കെ തന്നെ ഈ യഹൂദന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ പഴയകാല ജീവചരിത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ചരിത്ര പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളൊക്കെ. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ ചരിത്ര പുസ്തകമായിട്ട് കരുതപ്പെടുന്ന പുസ്തകമാണ് എന്ത്? എസ്തറിന്റെ പുസ്തകം എന്നുള്ളത്. സോ പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിലെ അവസാനത്തെ പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്നുള്ളത്. എസ്തറിന്റെ പുസ്തകത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബൈബിളിൽ സ്ത്രീകളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും നമ്മൾ നോക്കുമ്പോൾ ശമൂവേൽ ഒരു ആണിന്റെ പേരാണ്, എസ്ര ആണിന്റെ പേരാണ്, നെഹമ്യാവ് ആണിന്റെ പേരാണ്, ഇയ്യോബ് ആണിന്റെ പേരാണ്, അല്ലെ? ഒരു പുരുഷന്റെ പേരാണ്. യെശയ്യാവ് ഒരു പുരുഷന്റെ പേരാണ്, ഹഗായി ഒരു പുരുഷന്റെ പേരാണ്, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇതെല്ലാം പുരുഷന്മാരുടെ പേരാണ്, തീത്തോസ്, തിമോഥെയോസ് ഇതെല്ലാം പുരുഷന്മാരുടെ പേരാണ്. എന്നാൽ 2 പുസ്തകങ്ങൾ മാത്രമേ സ്ത്രീകളുടെ പേരുള്ളൂ. അത് ഒന്ന് റൂത്തും 2-ാമത് എസ്തറുമാണ്. അപ്പോൾ എസ്തറിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത, ആ കാലഘട്ടത്തിൽ പോലും ഒരു സ്ത്രീയുടെ പേരിൽ പുറത്തേക്ക് വന്ന ഒരു പുസ്തകമാണ്. ഏറ്റവും അഭിമാനിക്കാൻ സാധിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അടുത്തത്, ഇത് യഹൂദന്മാർ അവരുടെ പ്രവാസ ജീവിത കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഇതിന്റെ റൈറ്റർ ആരാണ്, ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ് എന്നൊരു സംശയം ഇന്നും വേദപണ്ഡിതന്മാരുടെ വലിയ തർക്കം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. എസ്രാ ശാസ്ത്രിയാണ് അതിന്റെ റൈറ്റർ എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അത് മൊർദെഖായി തന്നെയാണ് എന്ന് പറയുന്നു. കാരണം എസ്തറിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. അവിടെയുള്ള സകല കാര്യങ്ങളെയും മൊർദെഖായി എഴുതി വെച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. സോ നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ അത് പഠിക്കണം. 9-ാം അധ്യായം 20-ാമത്തെ വചനം അനുസരിച്ചിട്ട്. അതുകൊണ്ട് സാമാന്യമായി ചിന്തിക്കുമ്പോൾ മൊർദെഖായി തന്നെ ഈ പുസ്തകം എഴുതി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എസ്തർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആദ്യത്തെ പേര് ഹദാസ എന്നായിരുന്നു. ഹഡാഷ എന്ന് പറയുന്ന പേര്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് പഠിക്കും. എന്നാൽ പിന്നീട് അവൾക്കൊരു പുതിയ പേര്, അവളൊരു പേർഷ്യൻ രാജധാനിക്കകത്തേക്ക് കയറിയപ്പോൾ അവൾക്കൊരു പുതിയ പേർഷ്യൻ നെയിം അവൾക്ക് ലഭിച്ചു. അതാണ് എസ്തർ, ദ സ്റ്റാർ
ഓഫ് ദ ഈസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. കിഴക്കിന്റെ നക്ഷത്രം എന്ന പേരിലാണ് എസ്തർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എസ്തർ, ദ ബുക്ക് ഓഫ് എസ്തറിന്റെ അല്ലെങ്കിൽ എസ്തറിന്റെ പുസ്തകത്തിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ചിലത് ഞാൻ പറയാൻ പോവുകയാണ്. ഓക്കെ, എസ്തറിന്റെ ഈ ഒരു കഥ നടക്കുന്നത് 5ാം BC 5ാം നൂറ്റാണ്ടിലാണ്. അതായത് അഹസ്വേരോസ് അല്ലെങ്കിൽ സെർസസ് 1 എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് എസ്തറിന്റെ ഈ കഥ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ ജീവചരിത്രം സംഭവിക്കുന്നത്. ഈ ഒരു സമയത്തായിരുന്നു പേർഷ്യൻ ഭരണാധികാരികൾ അതിശക്തമായി ശക്തി പ്രാപിച്ച ലോകം എമ്പാടും അവരുടെ ശക്തി തെളിയിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു BC 500 കാലഘട്ടം. അതിന്റെ ഒരു തെളിവാണ് ഏതാണ്ട് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള, ഇന്ത്യ മുതൽ ആഫ്രിക്കൻ, അതായത് ഏഷ്യൻ രാജ്യങ്ങൾ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെയുള്ള പല മേഖലകളെയും പേർഷ്യൻ രാജാക്കന്മാർ പിടിച്ച് അടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തല കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി എസ്തറിന്റെ ജീവിതത്തിന്റെ ഈ ഒരു ചരിത്രത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ 1, പേർഷ്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ഒന്നാമത്തെ കാര്യം, പേർഷ്യക്കാരുടെ സാമൂഹിക ജീവിതവും അവരുടെ സംസ്കാരവും. ഒരിക്കൽ കൂടെ പറയുകയാണ്, പേർഷ്യൻ ജനതയുടെ സാമൂഹിക ജീവിതവും അവരുടെ സംസ്കാരവും. പേർഷ്യൻ ഭരണാധികാരികൾ ആ കാലത്ത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെന്താ, സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ, കാര്യനിർവഹണം, ഭരണ സംവിധാനങ്ങൾ, ഭരണനിർവഹണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലോകം എമ്പാടും വെച്ചിട്ട് ഏറ്റവും അധികം വിലമതിക്കാനാവാത്ത രീതിയിൽ സംഭാവനകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഭരണാധികാരികൾ ആ കാലഘട്ടത്തിൽ മറ്റ് ലോകരാജ്യങ്ങളിലെ മറ്റ് ഭരണാധികാരികളെ വെച്ച് ഏറ്റവും വെൽത്തിയസ്റ്റ് കിങ്സ് എന്ന് പറയാവുന്ന ഭരണാധികാരികളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അവർ വളരെ ശക്തിമാന്മാരായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു, അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, അവരെ അഡ്വൈസ് ചെയ്യുന്ന നല്ല ഉപദേശകന്മാർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പേർഷ്യൻ ആ ഒരു സൊസൈറ്റിയുടെ കാലഘട്ടം സ്ത്രീകൾക്ക് അവർക്ക് സമൂഹത്തിൽ വില അല്പം കുറവ് എന്ന് വെച്ചാൽ വിമൻ ഹാഡ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്രത്യേകിച്ച് ഈവൻ രാജകീയമായ കാര്യങ്ങളിലാണെങ്കിലും ചെറിയ രീതിയിൽ മാത്രം അധികാരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾ വളരെ കുറവുണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ വളരെ പങ്ക് കുറവുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പേർഷ്യൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ അഹസ്വേരോസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ സെർസസ് 1 എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മിലിറ്ററി ഫോഴ്സ് വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ്, അതായത് ഒരു സൈന്യം വ്യൂഹം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സലാമിസ് പോലുള്ള പല യുദ്ധങ്ങൾ, ഗ്രീസിനെതിരെ നടത്തിയിട്ടുള്ള, ഗ്രീക്കുകാർക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ യുദ്ധങ്ങൾക്ക് ചുക്കാൻ പിടിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ചക്രവർത്തിയായിരുന്നു അഹസ്വേരോസ് ചക്രവർത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. എന്താ പറയുക, എസ്തറിന്റെ പുസ്തകം 1ാം അധ്യായത്തിൽ അതിന്റെ ലാവിഷ്നെസിനെ കുറിച്ച് വളരെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ ഇമ്പൾസീവായിട്ട് ഡിസിഷൻസ്, വളരെ തിടുക്കത്തിൽ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഉദാഹരണമാണ് തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വസ്തി രാജ്ഞിയെ പെട്ടെന്ന് സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റുകയും പകരം മറ്റൊരു സ്ത്രീയെ തന്റെ ഭാര്യയാക്കുവാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യാദികളൊക്കെ വളരെ പെട്ടെന്ന് താൻ ക്രമീകരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പേർഷ്യക്കാരുടെ കാര്യം ഇതൊക്കെയായിരുന്നു എസ്തറിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ അന്നുണ്ടായിരുന്ന യഹൂദന്മാരുടെ കാര്യം എന്തായിരുന്നു അതുകൂടി നമ്മളൊന്ന് കേൾക്കണ്ടേ? ഓക്കെ, സോ ജൂയിഷ് പീപ്പിൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാർ, നിങ്ങൾക്കറിയാം എന്താ പറയുക, അടിമത്തത്തിൽ നിന്ന് യഹൂദന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ മോശയുടെ നേതൃത്വത്തിൽ നമ്മുടെ യഹൂദന്മാർ എവിടെ നിന്ന്? ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവർ കനാനിലേക്ക് അവർ എത്തിച്ചേർന്നു. കനാനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ദൈവം തന്നെ അവർക്ക് രാജാവായി ന്യായാധിപന്മാരിലൂടെ ഭരണ സംവിധാനങ്ങളൊക്കെ നടത്തി. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? അവർക്ക് രാജാക്കന്മാരെ വേണമെന്ന് പറഞ്ഞു. അവർക്ക് രാജാക്കന്മാരുണ്ടായി. രാജാക്കന്മാരുടെ കാലത്തെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ എന്ന പേരിലും യഹൂദ എന്ന പേരിലും രാജ്യം 2ആയി തീർന്നു. ഇതുവരെയുള്ള ചരിത്രങ്ങളൊക്കെ പലർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ 2 രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇടയ്ക്ക് ശത്രുക്കൾ, എന്താ പറയാ, ബാബിലോണിയ ശത്രുക്കളും അതുപോലെ അസീറിയൻസ്,
അസീറിയക്കാരും ഇവർ രണ്ടുപേരും വന്നിട്ട് ഈ രണ്ട് രാജ്യങ്ങളെയും, യഹൂദ രാജ്യത്തെയും ഇസ്രായേൽ രാജ്യത്തെയും പിടിച്ചടക്കുന്നു. ഒടുവിൽ ബാബിലോണിന്റെ അധീനതയിലേക്ക് മുഴുവൻ രാജാക്കന്മാരും മുഴുവൻ യഹൂദന്മാരും എത്തിച്ചേരുകയാണ്. ഏത് രാജാവിന്റെ കാലഘട്ടത്തിൽ? നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡാനിയലിന്റെ പുസ്തകത്തിലാണ് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. സോ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ യഹൂദ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും മുഴുവനുമായിട്ട് ബാബിലോണിന്റെ കീഴിലായി. എന്നാൽ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇത് സംഭവിക്കുന്ന BC 586 കാലഘട്ടങ്ങളിലാണ്. എന്നാൽ BC 539 കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യത്തെ പിടിച്ചെടുക്കുകയാണ്. സോ ബാബിലോണിയക്കാരെ മുഴുവൻ അവരടിമകളാക്കിയപ്പോൾ, അവരുടെ കീഴിലേക്ക് അവരാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാബിലോണിന്റെ കീഴിലുണ്ടായിരുന്ന യഹൂദന്മാരും ആരുടെ കീഴിലേക്ക് പോയി? പേർഷ്യക്കാരുടെ കീഴിലേക്ക് പോയി. ഇപ്പോൾ അടിമത്തം അസീറിയക്കാരുടെ കയ്യിൽ നിന്ന് ബാബിലോണിലേക്ക് വന്നു. അവിടെ നിന്ന് പേർഷ്യക്കാരുടെ കീഴിൽ അവർ അടിമത്തത്തിൽ തുടരുകയാണ്. ഈ അടിമത്തത്തിൽ തുടരുന്ന സമയത്ത് സൈറസ് എന്ന് പറയുന്ന, കോരശ് എന്ന് പറയുന്ന ആ രാജാവിന്റെ കാലഘട്ടത്തിലായപ്പോൾ കോരശിനെ ദൈവം തമ്പുരാൻ ഉണർത്തി. എന്നിട്ട് എന്ത് പറയുകയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ അടിമകളായിട്ടുള്ളവരോട് മടങ്ങിപ്പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അങ്ങനെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലും യെസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിലും ഒരു വിഭാഗം ആളുകൾ, എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നറിയാമോ? ജെറുസലേമിലേക്ക് അവർ മടങ്ങിപ്പോയി. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് അടുത്തോളം കാലഘട്ടത്തിന് മുമ്പാണ് അവരുടെ ഫോർഫാദേഴ്സ് ജെറുസലേം വിട്ട് അടിമത്തത്തിലേക്ക് പോയത്. എന്നാൽ പിന്നീട് അവരെ ജെറുസലേമിലേക്ക് അവർ മടങ്ങി വരികയാണ്. ഏതാണ്ട് 50 വർഷം, ചിലർ 80 വർഷം ഒക്കെ എടുത്തിട്ടാണ് ഈ യെരുശലേമിലേക്ക് അവർ മടങ്ങി വരുന്നത്. മടങ്ങി വന്നവരുടെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലും അതുപോലെ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിലും മടങ്ങി വന്നവരുടെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 52,000 പേർ, 52,000 പീപ്പിൾ, അത്രയും ആളുകളായിരുന്നു മടങ്ങി ജെറുസലേമിലേക്ക് അവർ മടങ്ങിപ്പോയത്. എന്നാൽ കുറെ ആളുകൾ അപ്പോഴും ഈ പേർഷ്യയിൽ തന്നെയായിരുന്നു. ഈ ആളുകൾ പേർഷ്യയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവിടെ യഹൂദന്മാരെല്ലാവരും പേർഷ്യയിലുണ്ടായിരുന്നു. കാരണം നെഹമ്യാവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം ആ ഒരു മനസ്സലിവ് അദ്ദേഹത്തിന്, തന്റെ പട്ടണം എന്താ പറയാ വിണ്ടുകീറി കിടക്കുകയാണ്, അല്ലെങ്കിൽ തന്റെ പട്ടണം തീ വെച്ച് ചുട്ട് അരിക്കപ്പെട്ട് കിടക്കുകയാണ്, അതിനു ചുറ്റും മതിൽ പണിയണം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മിഷൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്നത് താൻ ശൂഷൻ രാജധാനിയിലായിരുന്നപ്പോഴാണ്. അപ്പൊ യഹൂദന്മാർ മോസ്റ്റ്ലി അന്നത്തെ കാലത്ത് ആളുകൾ അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ശൂഷൻ എന്ന് പറയുന്ന ആ രാജധാനിക്കകത്ത്, അല്ലെങ്കിൽ അതിനോട് ശൂഷൻ എന്ന് പറയുന്ന ആ സിറ്റിക്കകത്തായിരുന്നു അന്ന് യഹൂദന്മാർ താമസിച്ചിരുന്നത്. എന്നാൽ 50,000 ആളുകൾ ഈ ശൂഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട്, ആ സിറ്റിയിൽ നിന്ന് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയപ്പോഴും കുറെ ആളുകൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതിനെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു മൊർദെഖായി എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം അന്ന് യഹൂദന്മാർ എല്ലാ ആളുകളും ശൂഷൻ എന്ന് പറയുന്ന ആ പട്ടണം വിട്ട് യെരുശലേമിലേക്ക്, സ്വന്തം രാജ്യത്തിലേക്ക്, സ്വന്തം നഗരത്തിലേക്ക് പോയപ്പോൾ മൊർദെഖായും കുടുംബവും എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ആ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാർ പേർഷ്യൻ രാജ്യത്തിലാണെങ്കിലും ചില ആളുകൾ അവര് എന്താ പറയാ അവര് വളരെ ധനികരായിരുന്നു, ധാരാളം ഭൂസ്വത്തിന് ഉടമകളായിരുന്നു, ധാരാളം സമ്പത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബിസിനസ്സുകാരായിരുന്നു. യഹൂദന്മാർ ബിസിനസ്സിൽ വളരെ മിടുക്കരാണ്. അതുകൊണ്ട് വളരെ ശക്തരായിട്ടുള്ള ബിസിനസ്സുകാരായിരുന്നു. അതുകൊണ്ട് അവരുടെ സ്വത്തും അവരുടെ ബിസിനസ്സും എല്ലാം തന്നെ ഈ പേർഷ്യയിൽ നിൽക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൊർദെഖായിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൊർദെഖായി സാമാന്യം ധനികനായിട്ടുള്ള ഒരു വ്യക്തിയും ആ ദേശത്ത് തന്നെ പിടിച്ചു നിൽക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരു വ്യക്തിയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ചില സമയത്ത് തോന്നും, എന്തുകൊണ്ടാണ് ദൈവമേ ഈ ആളുകളൊക്കെ തിരിച്ചു പോകാതിരുന്നത്? ശരിക്കും അങ്ങനെയൊക്കെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവർ തിരിച്ചു പോകുന്നതില്ല. അവർ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചിട്ട് പോയിട്ടില്ലാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
വീണ്ടും അവൻ നമ്മളെ ചേർത്ത് കൊള്ളും, അവൻ നമ്മളോട് കരുണ കാണിക്കും. കാരണം ഉപദ്രവിച്ച് കളയാനോ വിട്ടുകളയാനോ തക്കവിധം കരുണയില്ലാത്തൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഓക്കെ, സോ പക്ഷേ യഹൂദന്മാർ അതുകൊണ്ട് 50,000 പേരെ തിരിച്ചു പോയുള്ളൂ. ബാക്കിയുള്ള യഹൂദന്മാരെല്ലാം ശൂഷൻ പട്ടണത്തിൽ ഉണ്ട്. ഈ പട്ടണത്തിൽ നിൽക്കുന്ന ഈ യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ അവരെന്താ പറയാ, ഒരു ദേ ഫേസ്ഡ് എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവര് വലിയൊരു എന്താ പറയാ ഒരു വലിയൊരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അനീതി അവർ ആ സമയത്ത് അവിടെ അനുഭവിക്കുകയാണ്. തങ്ങളുടെ എന്താ പറയാ ഒരു വലിയൊരു മനുഷ്യൻ എഴുന്നേറ്റിരിക്കുക രാജസ്ഥാനത്ത്. ആരാണ്? ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിച്ചിരിക്കുകയാണ്. എന്നിട്ട് യഹൂദ ജനത്തെ കുലത്തെ മുഴുവൻ എന്താ പറയുക മുടിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു ആന്റി സെമിറ്റിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ കാര്യമാണ് ഹാമാൻ ഇവിടെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് യഹൂദന്മാരുടെ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ എന്താ പറയുക എസ്തർ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ എസ്തറിന്റെ പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നേ കാരണം അടുത്ത ദിവസമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നാളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്പർ 1 എസ്തർ. ആരാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടർ? എസ്തർ തന്നെ. ഷി വാസ് എ യങ് വുമൺ ഹു ബിക്കംസ് ക്വീൻ ആൻഡ് റിസ്ക് ഹെർ ലൈഫ് ടു സെർവ് ഹെർ പീപ്പിൾ. ഈ എസ്തർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് എന്താ തന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി തന്റെ ജീവൻ പോലും പണയം വെക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എസ്തർ എന്ന് പറയുന്നത്. അടുത്ത മൊർദെഖായി ആണ് അടുത്ത അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. ആരാണ് മൊർദെഖായി? എസ്തറിന്റെ ഒരു കസിനായിട്ട് വരും. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എസ്തറിന്റെ ഈ ഒരു രാജ്ഞി പദത്തിലേക്കും അതുപോലെ യഹൂദ ജനത്തിന്റെ ഉദ്ധാരണത്തിന്റെ കാര്യത്തിലും ഒരു വൈറ്റൽ റോൾ അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ റോൾ എന്ന് പറയാവുന്ന വിധത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മൊർദെഖായി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത നമ്പർ 3 കിങ് എന്താ ആഷ്റസ് അഥവാ അഹശ്രോസ് രാജാവ്, സെർസസ് 1 എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം ഒരു പേർഷ്യൻ കിങ് ആണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ ലാവിഷ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള എന്താ പറയാ ഒരു രാജാവാണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കിയ എസ്തറിനോട് മനസ്സിലുള്ള ഒരു രാജാവായിരുന്നു അഹശ്വേരോസ് രാജാവ് എന്ന് പറയുന്നത്. 4ാമത്തെ ആളാണ് ഹാമാൻ എന്ന് പറയുന്നത്. ആന്റഗനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക എതിരാളി ആയിട്ടുള്ള എല്ലാ യഹൂദന്മാർക്കും എതിരാളിയായിട്ടുള്ള ഹൈ റാങ്കിങ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ ആ ഒരു തൻ്റെ എന്താ പറയുക അധികാരം ഉപയോഗിച്ചിട്ട് യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർമലി എസ്തറിന്റെ പുസ്തകം എന്ന് പറയുന്നത് 10 അധ്യായങ്ങളിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. എത്ര അധ്യായങ്ങളാണ്? 10 അധ്യായങ്ങൾ. അതിൽ തന്നെ 2 ഭാഗമായിട്ട് എസ്തറിന്റെ ഈ 10 അധ്യായത്തെ നമുക്ക് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. ഈ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലാണ് എസ്തറിന്റെ യഹൂദ ജനം അനുഭവിക്കുന്ന ആ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. എന്നാൽ അതിന്റെ 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോഴാണ് യഹൂദ ജനം ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുത്ത് ദൈവത്തിന്റെ പദ്ധതികളും പ്രവൃത്തികളും ഒക്കെ കാണുന്നത് നമ്മൾ അതിന്റെ 6 മുതൽ 10 വരെയുള്ള രീതിയിലാണ്. അപ്പൊ ചില ആളുകൾ ബൈബിൾ പഠിപ്പിക്കുന്ന ചില ആളുകൾ എസ്തറിന്റെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ 2 ഭാഗമായിട്ട് 1 മുതൽ 5 വരെ ഫസ്റ്റ് പാർട്ട് എന്നും 6 മുതൽ 10 വരെ സെക്കൻഡ് പാർട്ട് എന്നും പറഞ്ഞ് പഠിപ്പിക്കും. എന്നാൽ ചില ആളുകൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിന് വിരുന്നുകൾ, എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് 3 വിരുന്നുകളാണ് കാണാൻ പറ്റുന്നത്. 3 ബാങ്കറ്റ്സ് ഓർ 3 ഫീസ്റ്റ്. ഓക്കെ, 3 വിരുന്നുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിരുന്നുകളുടെ രീതിയിൽ അധ്യായങ്ങളെ തിരിച്ചുകൊണ്ട് പഠിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ 1 മുതൽ 1-2 അധ്യായങ്ങളാണ് ആ ഫീസ്റ്റിനെ വിളിക്കുന്നത് കിങ്സ് ഫീസ്റ്റ് എന്നാണ്. രാജാവിന്റെ വിരുന്ന്. എഴുതിയെടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. രാജാവിന്റെ വിരുന്ന് 1-2 അധ്യായങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത്. ഓക്കെ, എന്നാൽ അതിന്റെ 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എസ്തേഴ്സ് ഫീസ്റ്റ് അഥവാ എസ്തറിന്റെ വിരുന്നുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 2 പ്രധാനപ്പെട്ട വിരുന്നുകളാണ് എസ്തർ അവിടെ നടത്തുന്നത്. 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ
പുരീം ഫീസ്റ്റ് എന്ന് നമുക്ക് കാണാം. അഥവാ പുരി എന്ന് പറയുന്ന ഒരു ഉത്സവവും അതിൻ്റെതായ ഒരു ഫീസ്റ്റും അഥവാ വിരുന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ എന്ന് വെച്ചാൽ യഹൂദന്മാർ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഒരു വിരുന്ന് എല്ലാ വീടുകളിലും നടത്തുകയാണ്. അപ്പോൾ ആദ്യത്തെ വിരുന്ന് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് നടത്തുമ്പോൾ, രണ്ടാമത്തെ എസ്തേറിന്റെ വിരുന്ന് അന്തപുരത്തിനകത്ത് നടത്തുമ്പോൾ, മൂന്നാമത്തെ പൂരീം എന്ന് പറയുന്ന വിരുന്ന് എല്ലാ യഹൂദന്മാരുടെ വീടുകളിലും നടക്കുന്നു. അപ്പോൾ അങ്ങനെയും എസ്തേറിന്റെ പുസ്തകത്തെ തിരിച്ച് പഠിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? അടുത്ത ആഴ്ച കാണാം. ഓക്കെ, സോ ഇനി എസ്തേറിന്റെ പുസ്തകത്തിലെ മെയിൻ തീംസ് ആൻഡ് ഇറ്റ്സ് പേർപ്പസസ്, ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്താണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, മെയിൻ തീംസ് ആൻഡ് ഇറ്റ്സ് പേർപ്പസസ്, ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്തൊക്കെയാണ്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എസ്തേറിന്റെ പുസ്തകത്തെ കുറിച്ചിട്ട് അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ ഇങ്ങനെ പറയുകയായിരുന്നു. ആരൊക്കെയാണ് അതിനകത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് തരംതിരിച്ച് പഠിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുകയായിരുന്നു. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ തീംസ് ആൻഡ് ഇറ്റ്സ് പേർപ്പസസ്. നമ്പർ 1, God's name is never mentioned in this book. ദൈവത്തിന്റെ പേര് ഈ പുസ്തകത്തിൽ എങ്ങും എവിടെയും പരാമർശിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും അതൊന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഓക്കെ, ദൈവത്തിന്റെ പേര് ഈ പുസ്തകത്തിൽ എങ്ങും തന്നെ പരാമർശിച്ചിട്ടില്ല. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പേര് കാണുന്നില്ല. ഞാൻ അതിനകത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ ഏതോ ഒരു ഗ്ലോയുടെ ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് എന്തിലോ വേണ്ടിയിട്ട് ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. സാധാരണ ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, കാറോ 2 വീലറോ ഒക്കെ നിങ്ങൾ ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഏറ്റവും നല്ലത് നിങ്ങളുടെ അപ്പന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ചില ഭർത്താക്കന്മാർ അപ്പന്മാരെ പോലെ ആണെങ്കിൽ ഓക്കെയാണ്. പലപ്പോഴും പല സഹോദരിമാരും നിങ്ങൾ പറയാറുണ്ട്, എൻ്റെ ചേട്ടൻ്റെ കൂടെ എൻ്റെ അച്ചായൻ്റെ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കാൻ എനിക്ക് ശ്രമിച്ചാലും നടക്കത്തില്ല, അവസാനം ഞങ്ങൾ തല്ലി പിരിയും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട് പലരും. എന്നാൽ അപ്പന്മാരങ്ങനെയല്ല, അവർ കുറച്ചും കൂടെ മോളാണ് അല്ലേ, അവരുടെ രക്തത്തിൽ നിന്ന് പിറന്ന ആളാണത്. അതുകൊണ്ട് അതിനകത്ത് കുറച്ചും കൂടെ ഒരു ക്ഷമയും ഒരു കരുതലും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ അപ്പന്മാരുടെ കാലത്ത് പഠിക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. നാട്ടുകാർ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ദൈവം എന്ന് പറയുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ ആ പേര് നമുക്ക് കാണുന്നില്ല. അപ്പൊ നമുക്കൊന്നും ദൈവം ഇല്ലേന്ന് തോന്നും. സത്യം പറഞ്ഞ ദൈവം അവിടെ അപ്പനായി നിന്നുകൊണ്ട് എസ്തേറിനെ, തൻ്റെ മോളായ എസ്തേറിനെ മുന്നിൽ നിർത്തി പിറകിൽ നിൽക്കുന്ന ഒരപ്പനെയാണ് നമുക്ക് സത്യത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നത്. എന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എസ്തേറിനെ പോലെ നിങ്ങളുടെ ദൈവം പലപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എന്നെ കൈവിട്ടോ, ഈ അവസ്ഥയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവനൊരപ്പനെ പോലെ നിങ്ങളുടെ തൊട്ട് പിറകിൽ ഉണ്ട്. എന്നിട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നിട്ട് പറയാ, ലുക്ക് ലുക്ക് ലുക്ക്, ദിസ് ഇസ് മൈ ഡോട്ടർ, നോക്കു നോക്കു നോക്കു, ഇതാണ് എൻ്റെ മോൾ എന്ന് പറയുന്നത്, ഇവളിലൂടെ പ്രവർത്തിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് അഭിമാനിച്ചു നിൽക്കുന്ന ഒരപ്പനെയാണ് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. സോ ദൈവത്തിന്റെ കൈകൾ, ദൈവത്തിന്റെ പേരവിടെ ഇല്ല, അത് ശരിയാ, പക്ഷെ ദൈവത്തിന്റെ കൈ, ആ സോവറിൻ ഹാൻഡ് ഓഫ് ഗോഡ്, അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം ഇവിടെ എന്താ പറയാ, ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദൈവം നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരോടും ഇവിടെ ഒരു പോസ് ഞാൻ കൊടുക്കുക, ഒരു സന്ദേശം കൊടുക്കുക, ദൈവം നിന്റെ പുറകിലുണ്ട്. അത് വിശ്വസിച്ചാലും
ഹല്ലേലൂയ. ഇത്ര പേര് വിശ്വാസത്തോടെ ഹൃദയത്തിൽ കൈകൊണ്ട് തട്ടിയിട്ട് പറ, ദൈവം എൻ്റെ കൂടെ എന്ന് പറയുന്നതിനേക്കാളും ദൈവം എൻ്റെ പുറകിലുണ്ടെന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ മുൻപിലുണ്ട്, എൻ്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നിന്റെ പുറകിലുണ്ട്, ദൈവം നിന്റെ പിറകിലുണ്ട്. എൻ്റെ പുറകിൽ ഒരാളുണ്ട്, എനിക്കൊരു പിടിവള്ളിയായിട്ട്, എൻ്റെ ബലത്തിന് എൻ്റെ പുറകിൽ എനിക്കൊരാളുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം നിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ഒരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, വീണു പോകും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുടയുന്നത്, ഒരുപക്ഷെ ഒരു സിംഗിൾ മദർ ആയിരിക്കാം നിങ്ങൾ. ദൈവം നിങ്ങളുടെ പുറകിലുണ്ട്. സകലത്തെയും കൈപിടിച്ച് നടത്തുവാൻ ദൈവം നിങ്ങളുടെ പുറകിൽ ഉണ്ട്. ഹല്ലേലൂയ. ചില സമയത്ത് ദൈവം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. എസ്തറിന്റെ പുസ്തകത്തിൽ ഈവൻ ഗോഡ് സീംസ് സൈലന്റ്, ബട്ട് ഹി ഈസ് ഓൾവേസ് ഇൻ കൺട്രോൾ. അവൻ ചില സമയത്ത് സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, നിശബ്ദനായിട്ടിരിക്കുന്ന പോലെ തോന്നുമായിരിക്കും, പക്ഷെ നിയന്ത്രണം അവന്റെ കയ്യിൽ തന്നെയാണ്. എത്ര പേർ ചേർന്ന് ഒരു ആമേൻ പറയും? ഹല്ലേലൂയ. ഹി ഈസ് ഇൻ കൺട്രോൾ. അവന്റെ കൺട്രോളിലാണ് എല്ലാം നടക്കുന്നത്. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. Then number 2, ഇതിനകത്ത് നമ്മുടെ ഒരു മെയിൻ തീം അഥവാ പർപ്പസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the story of divine providence. അതായത് എന്താ പറയാ, ദൈവിക കരുതലിന്റെ ഒരു കഥയാണത്. ദൈവിക കരുതലിന്റെ ഒരു കഥയാണത്. ത്രൂഔട്ട് ഈ ഒരു ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ സിനേറിയോസ്, ഹിസ്റ്റോറിക്കൽ സിനേറിയോസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാത്തിനും നമ്മൾ നോക്കുമ്പോൾ വസ്തിരാജ്ഞി മാറിയിട്ട് ഒരു എസ്തേർ അവിടെ വരുന്നു. എസ്തേറിനെ റെഡിയാക്കിയെടുക്കാൻ ഒരു മൊർദെഖായിയെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. ഇവിടെ ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ എത്ര ക്ലിയർ ആണല്ലേ. ദൈവമക്കൾക്ക് വേണ്ടി, ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന പ്രൊവിഷൻ, അതിന്റെ സ്റ്റോറിയാണ് എസ്തേറിന്റെ പുസ്തകം. നമ്മൾ ഈ ദിവസങ്ങളിൽ എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പലർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉത്തരമായിട്ട് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ പ്രൊവിഡൻസ്, ആ കരുതൽ എന്ന് പറയുന്നത് നിങ്ങളിലൂടെ കർത്താവ് സാധ്യമാക്കി തീർക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഒക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ, നിങ്ങളുടെ ഭവനത്തിനകത്തെ ആ നെഗറ്റീവായിട്ടുള്ള ആ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവ് നിങ്ങളിലൂടെ അവന്റെ പദ്ധതികളെ തീർപ്പാക്കാനായിട്ട് പോവുകയാണ്. രാജ്യങ്ങളിൽ നിങ്ങളിലൂടെ പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണ്. ദേശങ്ങളിൽ നിങ്ങളിലൂടെ പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണ്. സഭകളിൽ നിങ്ങളിലൂടെ പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണ്. സോ ഗോഡ്സ് providence, the story of God's providence. Number 3, no prophecies or direct miracles seen in this book. ഈ ഒരു പുസ്തകത്തിൽ പ്രവചനങ്ങളോ നേരിട്ടുള്ള അത്ഭുതങ്ങളോ കാണാനില്ല. നമ്മൾ ചിന്തിക്കും, ഹാമാന്റേത് പോലൊരു പ്രശ്നം ഈ കാലത്ത് നമ്മൾ നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൽ നിന്നൊരു അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, ശരിയല്ലേ? പക്ഷെ ഈ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയുള്ളൊരു ദൈവത്തിൽ നിന്നൊരു പ്രവചന ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. നിങ്ങളെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുക, എനിക്ക് ദൈവത്തിൽ നിന്നൊരു ശബ്ദം കിട്ടട്ടെ, അങ്ങനെ ഒരു അത്ഭുതം വരട്ടെ. അങ്ങനെ ഒരു വാക്കൊന്നും അവിടെ മൊർദെഖായിയോ എസ്തേറോ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം തന്നെ വിഷൻസ്, പ്രോഫസീസ്, മിറക്കിൾസ് ഓരോ സമയങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലത്താണെങ്കിലും ന്യായാധിപന്മാരുടെ കാലത്താണെങ്കിലും ഒക്കെ കണ്ട് പരിശീലിച്ച ജനതയുടെ നടുവിലാണ് എസ്തർ നിൽക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നു പ്രോഫസീസ് അല്ല, ഇല്ല, പ്രവചനങ്ങളില്ല, അത്ഭുതങ്ങളില്ല. പകരം അവിടെ എന്താണ്? ദൈവം തൻ്റെ ജനങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവം തൻ്റെ മക്കളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം വെളിപ്പെട്ട് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ചില സമയങ്ങളിൽ പ്രവചനങ്ങളിലോ അത്ഭുതങ്ങളിലൂടെയോ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. ചില സമയങ്ങളിൽ പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കരുത്, അല്ലെങ്കിൽ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കരുത്. അതിൻ്റെ ഉത്തരം ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മളിലൂടെ ആ അത്ഭുതം അല്ലെങ്കിൽ ആ ഉത്തരം അല്ലെങ്കിൽ ആ വിടുതൽ അത് സ്ഥാപിതമായി തീരും. എത്ര പേർ ചേർന്നൊരു ആമേൻ ഉറക്കെ വിളിച്ചു പറയും? ഹല്ലേലൂയ. അതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയല്ല, ചിലപ്പോൾ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ കാര്യങ്ങളിലൂടെ
ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഒരു സാധാരണ സ്ത്രീയിലൂടെ ദൈവം കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ദൈവം നേരിട്ട് പ്രവർത്തിച്ചില്ല, പകരം ഒരു പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഈ ഉപവാസത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കണം. ചിലതൊക്കെ ദൈവം നേരിട്ട് ചെയ്യുകയല്ല, ആ അധികാരവും അഭിഷേകവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, ഞാനാണ് അത് ചെയ്യാൻ പോകുന്നത്, ഞാനാണ് അത് പൂർത്തിയാക്കാൻ പോകുന്നത്. എത്ര പേർ ആവേശത്തോടെ തീരുമാനത്തോടെ കൈകൾ ഉയർത്തി അത് ഞാനാണ് പൂർത്തിയാക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പറയും. ഹല്ലേലൂയ. നമ്പർ 4, a non-Jewish setting seen in this book. ഈ ഒരു പുസ്തകത്തിനകത്ത് ഒരു എന്താ പറയാ, യഹൂദന്മാരുടേത് അല്ലാത്ത ഒരു 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 സീനറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചില സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ദൈവമക്കളുടെ ഇടയിൽ എല്ലാവരും വിശ്വാസികളാ, നമ്മുടെ വീട്ടില് എല്ലാ ആളുകളും വിശ്വാസികളാ, ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ വിശ്വാസികളാ. അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചില സമയത്ത് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് തോന്നും. ചില സിറ്റുവേഷൻസിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല, ആർക്കും അത്രയും പ്രയർഫുൾ അല്ലാത്തതുപോലെ നമ്മൾ തോന്നുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ, അല്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഒരു നോൺ ജൂയിഷ് സെറ്റിംഗ് പോലെ, അവിശ്വാസികളുടെ ഒരു സെറ്റിംഗ്, അവിശ്വാസികളുടെ ഒരു തലത്തിനകത്ത് നമ്മൾ നിൽക്കുന്ന പോലെ ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? പക്ഷെ ആ സിറ്റുവേഷനിൽ പോലും നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് പരിപൂർണമായിട്ടും ഔട്ട്സൈഡിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ദൈവം അതിന്റെ കൺട്രോൾ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിശ്വാസികളല്ലാത്തവരുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ചില പ്രത്യേകമായിട്ടുള്ള അവസ്ഥകളിലൂടെ, വേദനകളിലൂടെ, സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. പക്ഷേ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണത്. ഈവൻ ദോ ഇറ്റ്സ് എ നോൺ ജൂയിഷ് സെറ്റിംഗ്, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. കർത്താവ് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ, ആ നോൺ ജൂയിഷ് സെറ്റിംഗിനിടയിലാണ് ദൈവം ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവം എല്ലായ്പ്പോഴും വിശ്വാസികൾ അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടി വരുന്ന അവിടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് അവിശ്വാസികളുള്ള ഒരു ഓഫീസിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും, അവിശ്വാസികളുള്ള ഒരു സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും. അവിശ്വാസികൾ മാത്രം നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പദ്ധതികൾ അവന് നടപ്പാക്കാൻ പറ്റും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവിടെ നമ്മൾ പലപ്പോഴും ആ ജൂയിഷ് സെറ്റിംഗ് പോലെ, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു സെറ്റിംഗ് റെഡിയാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചില സമയത്ത് അത് സെറ്റായില്ലെങ്കിലും ദൈവത്തിന് അവന്റെ പദ്ധതികൾ, അതൊരു ദേശമാകട്ടെ, ഒരു സ്ഥലമാകട്ടെ, അതൊരു ഭവനമാകട്ടെ, അവന്റെ പദ്ധതികൾ ഒരു നോൺ ജൂയിഷ് സെറ്റിംഗ്സിന്റെ ഇടയിൽ പോലും അവന്റെ പദ്ധതി അവന് നിങ്ങളിലൂടെ സെറ്റാക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ചിലതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒട്ടും പേടിക്കണ്ട. കാരണം ദൈവത്തിന്റെ പദ്ധതിയാൽ അത് സെറ്റാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചേർന്ന് ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Then number 5 നമ്മൾ കണ്ടു, a strong female lead. ശക്തമായ ഒരു സ്ത്രീ നേതൃത്വമാണ് ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ 2 പുസ്തകങ്ങളുണ്ട്, റൂത്തിന്റെ പുസ്തകവും അതുപോലെ തന്നെ എസ്തേറിന്റെ പുസ്തകവും നമ്മൾ പഠിക്കുമ്പോൾ, അതായത് സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്ട്രോങ് ലീഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു കുടുംബത്തിൽ മാത്രമല്ല, അവിടെയുള്ള പുരുഷന്മാരെ, സ്ത്രീകളെ, പ്രായമുള്ളവരെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ലീഡ് ക്യാരക്ടർ, ആ ഒരു റോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് നമ്മൾ എസ്തേറിലാണ് കാണുന്നത്, അത് റൂത്തിൽ കാണുന്നില്ല. റൂത്തിന്റെ കാര്യത്തിൽ നമ്മളത് കാണുമ്പോൾ ഒരു കുടുംബത്തെ പണിയുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ വരുമ്പോൾ യേശുവിന്റെ വംശ പാരമ്പര്യത്തിലേക്ക് അവൾ കയറി കൂടിയിട്ടുള്ളത്. പക്ഷെ ഒരു സ്ട്രോങ് വിമൻ അല്ലെങ്കിൽ ഫീമെയിൽ ലീഡ് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടുള്ള സ്ത്രീ
നമുക്ക് കാണാൻ സാധിക്കുന്ന എസ്തറിനെ കുറിച്ചാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അവളുടെ ആ കറേജ്, വിസ്ഡം, അവളുടെ ധൈര്യവും ജ്ഞാനവും നിമിത്തം ഒരു രാജ്യത്തെ മുഴുവൻ, ഒരു ജനത മുഴുവൻ, യഹൂദർ എന്ന് പറയുന്ന ഒരു ജനത മുഴുവൻ സേവ്ഡ് ആവുന്ന ഒരു സ്ട്രോങ് ലീഡാണ് കർത്താവ് അവിടെ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്ത്രീ എന്നോ പുരുഷനെന്നോ നോക്കുന്നില്ല. അവന് അവൈലബിൾ ആയിട്ടുള്ള, അവന് എന്താ പറയാ, ലഭ്യമായിട്ടുള്ള ഒരു പാത്രമാണോ ഞാനും നിങ്ങളും, അത് മാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ. പുരുഷൻ ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ കർത്താവ് അതൊരു സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നും ഇല്ല, ക്രിസ്തുവിൽ ഒന്നത്രേ. കർത്താവിന്റെ വേലയിലും കർത്താവിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിലും കർത്താവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ഭൂമിയിലും ദൈവരാജ്യത്തിനും പൂർത്തിയാക്കുന്നതിലും ദൈവം അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും. നമ്പർ 6, ദ ഒറിജിൻ ഓഫ് പുരീം. പുരീം എന്ന് പറയുന്ന എന്താ പറയാ, ആ ഒരു ഉത്സവത്തിന്റെ ഉത്ഭവം, അതും കൂടി ഇതിന്റെ ഒരു ഇതിവൃത്തമാണ്. ബുക്ക് ഓഫ് എസ്തറിൽ നമ്മൾ കാണുന്ന ഒരു ഉത്സവം, അതായത് ഈ യഹൂദന്മാർ ഹാമാന്റെ ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് 9-ാം അധ്യായത്തിന്റെ 20 മുതൽ 32 വരെയുള്ള വചനങ്ങൾ, ഇതിന് ശേഷം നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കണം. നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം ഇവർ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തില് അന്ന് അവിടെ ശൂഷൻ രാജധാനിയിൽ എല്ലാവരും കൂടെ ഒരു ഉത്സവം ആചരിച്ചു. അതാണ് പുരീം എന്ന് പറയുന്നത്. പിന്നീട് ആ പുരീം എന്ന് പറയുന്ന ആ ഉത്സവം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നും ഇസ്രായേൽ മക്കൾ അത് ആചരിച്ചുകൊണ്ടിരിക്കുക. കാരണം യഹൂദന്മാരെ മുഴുവൻ മുടിച്ചു കളയേണ്ട, അവരുടെ വംശം മുഴുവൻ, അതായത് ചില ട്രൈബ്സ് അങ്ങനെ തന്നെ, ചില വംശങ്ങൾ, ചില ഗോത്രങ്ങൾ അങ്ങനെ തന്നെ മുടിഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകേണ്ട, ചില വംശനാശം സംഭവിക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ചില ഗോത്രങ്ങൾ അപ്പാടെ വംശനാശം സംഭവിച്ചു പോകേണ്ട സ്ഥാനത്ത് എസ്തർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ നിലപാടും തീരുമാനവും നിമിത്തം അവർക്കുണ്ടായ വിടുതൽ, അത് അവർ എല്ലാ വർഷവും അവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Then അടുത്തത് ദ സ്റ്റോറി ഓഫ് റിവേഴ്സൽസ്. റിവേഴ്സൽസ് എന്ന് പറയുമ്പോൾ മലയാളത്തില് എന്താ പറയാ, എല്ലാത്തിനെയും തിരിച്ചു മറിച്ചിരിക്കുന്ന ഒരു കഥ, മറിച്ച് തിരിച്ചിടുന്ന ഒരു കഥ, റിവേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കഥ. ഈ പുസ്തകത്തിൽ മുഴുവൻ നമ്മൾ അങ്ങനത്തെ കഥ നമുക്ക് കാണാൻ പറ്റും. വസ്തി എന്ന് പറയുന്ന ഒരു രാജ്ഞി, അവള് മാറി പകരം മറ്റൊരു രാജ്ഞി. ആരാണ്? എസ്തർ. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും വളരെ പെട്ടെന്ന് എന്താ പറയാ ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജാവ് ഒടുവിൽ ഒരു സ്ത്രീ വാക്കുകൾ പറയുമ്പോൾ സൗമ്യനായി നിന്ന് അതെല്ലാം കേട്ടുകൊണ്ട് ഒരു നല്ല കുടുംബസ്ഥനെ പോലെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള ഒരു രാജാവായിട്ട് മാറും. ഇനി അവിടെ എസ്തറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു സാധാരണ ഒരു ഓർഫൻ ഗേൾ, ഒരു അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത ഒരു അനാഥ പെൺകുട്ടി ആരായി മാറി? കൊട്ടാരത്തിലൊരു രാജ്ഞിയായി മാറി. റിവേഴ്സ്. മൊർദെഖായി എന്താണ്, അവസാനം അവനെ നിന്ദിതനാക്കിക്കൊണ്ട് എന്താ പറയാ, അവനെ തകർത്ത് കളയാൻ, അവനെ കഴിമരത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാമാൻ അവിടെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യഹോവ അല്ലെങ്കിൽ രാജാവ് മാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെയാകും എന്ന് പറയിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റുകയും പിന്നീട് അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ എസ്തറാണ് രാജ്ഞിയെങ്കിലും രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്ന, അതായത് രാജകൽപ്പനകൾ വിളംബരം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ഒക്കെ ചെയ്യുന്ന അധികാര സ്ഥാനത്തേക്ക് മൊർദെഖായി എത്തിച്ചേരുകയാണ്. റിവേഴ്സൽ. അതിനാൽ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, ഹാമാൻ. തുടക്കത്തിൽ ഹൈ ഒഫീഷ്യൽ റാങ്കിൽ നിൽക്കുന്ന ആളുകൾ, എന്നാൽ ദൈവ പദ്ധതികൾക്കും ദൈവജനത്തിനും വിരോധമായി നിന്നപ്പോൾ, ഒടുവിൽ വന്നപ്പോൾ കഴുമരത്തിൽ തൂക്കിലേക്കപ്പെട്ട് തൻ്റെയും തൻ്റെ കുടുംബം മുഴുവൻ്റെയും തൻ്റെ വംശത്തിൻ്റെ പോലും പേരില്ലാത്ത വിധത്തിൽ ആക്കി തീർത്ത റിവേഴ്സൽ. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ 10 ദിവസത്തെ ഉപവാസത്തിൽ ഇതുപോലെ റിവേഴ്സിങ് ചിലത് സംഭവിക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ കിടക്കുന്ന കറുത്തിരിക്കുന്ന ചില അധ്യായങ്ങൾ മാറി വെളുത്ത ചില അധ്യായങ്ങളിലേക്ക്, ബ്രൈറ്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സിലേക്ക് അവർ മാറുന്ന ഞാൻ കാണുകയാണ്. സ്ഥാനങ്ങൾ മാറുന്ന ഞാൻ കാണുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്തേറും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എസ്തേറിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ അടുത്ത ആഴ്ച നിങ്ങളോട് പറയാം. കാരണം നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. പക്ഷേ തീരുന്നതിന് മുമ്പ് ഇന്ന് പഠിപ്പിച്ചതിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോയാലോ. നമുക്ക് എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ദ ബുക്ക് ഓഫ് എസ്തേർ ഇസ് എ യുണീക്ക് ബുക്ക് ഇൻ ദ ബൈബിൾ. അപ്പോൾ തന്നെ പേര് ഒരു ഭയങ്കര ഡ്രാമ ഒക്കെയുള്ള സസ്പെൻസ് ഒക്കെയുള്ള ഒരു പുസ്തകമാണ്. പേര് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുന്നില്ല, ദൈവത്തിൻ്റെ പേര് കാണുന്നില്ല, ഇന്ത്യയുടെ പേര് കാണാം 2 പ്രാവശ്യം. അപ്പോൾ തന്നെ ഇതൊരു ഹിസ്റ്റോറിക് ബുക്സിലെ ലാസ്റ്റ് ബുക്കാണ്. 2 സ്ത്രീകളുടെ പേരിൽ ബൈബിളിൽ ബുക്കുകളുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ എസ്തേറാണ്. എസ്തേറിന്റെ പുസ്തകത്തിന്റെ റൈറ്റർ എന്ന് പറയുന്നത് എസ്രാ ശാസ്ത്രിയോ മൊർദെഖായിയോ ആണെന്ന് സംശയിക്കുന്നു. അതിൽ കൂടുതൽ ആളുകൾ പറയുന്നത് മൊർദെഖായി ആണെന്ന് പറയുന്നു. അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകളിലേക്ക് വന്നപ്പോൾ അഹശ്വേരോസ് രാജാവ്, പേർഷ്യൻ രാജാവ്, യഹൂദന്മാർ പല പ്രവാസത്തിലൂടെയും കടന്ന് അവസാനം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരിക്കുന്ന സമയത്ത് അവർ യെരൂശലേമിലേക്ക് ഒരു കൂട്ടം മടങ്ങിപ്പോയി, 2 ഗ്രൂപ്പായിട്ട് മടങ്ങിപ്പോയി. പക്ഷെ മടങ്ങിപ്പോകാതെ നിന്ന യഹൂദന്മാർ പേർഷ്യയിൽ തന്നെ നിന്നിരുന്നു. അവർ മടങ്ങിപ്പോയിട്ടില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ദൈവം അവരെ കൈവിട്ടില്ല. അവർക്ക് വേണ്ടി ദൈവം അപ്പോഴും പ്രവർത്തിച്ചു. ദൈവം ഒരിക്കലും ആരെയും കൈവിടുന്നില്ല. ഏത് സിറ്റുവേഷനിലും, ഏത് അട്ടർമോസ്റ്റ് പിറ്റിനകത്ത് കിടന്ന് കരയുന്നവനെയും കൈകൾ നീട്ടി വിടിവിക്കുന്ന സ്നേഹസമ്പന്നനായ പിതാവാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവരുടെ പേർഷ്യക്കാരുടെ കൾച്ചറും മറ്റു കാര്യങ്ങളും കണ്ടു. യഹൂദന്മാർ എന്തുകൊണ്ട് അവിടെ നിന്നു എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പഠിപ്പിച്ചു. 2 വിധത്തിലാണ് എസ്തേറിന്റെ പുസ്തകം സാധാരണ പഠിപ്പിക്കുന്നത്. 2 ഡിവിഷൻസ് ആയിട്ട് പഠിപ്പിക്കും, അല്ലെങ്കിൽ 3 വിരുന്നുകളുടെ രീതിയിൽ അത് പഠിക്കും. മെയിൻ തീംസ് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. രണ്ടാമതായിട്ട് ഒരു ഡിവൈൻ പ്രൊവിഡൻസ് കാണുന്നതാണ്. മൂന്നാമതായിട്ട് അവിടെ പ്രവാചകന്മാരോ ഡയറക്റ്റ് മിറക്കിൾസ് ഒന്നും കാണുന്നില്ല. നാലാമതായിട്ട് ഒരു നോൺ ജൂയിഷ് സെറ്റിംഗിലാണ് ഇത് സംഭവിക്കുന്നത്. അഞ്ചാമതായിട്ട് ഒരു സ്ട്രോങ് ഫീമെയിൽ ലീഡ് അവിടെ നടക്കുന്നത് കാണാം. ഈ ജനത്തെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവേ. ഈ 10 ദിവസങ്ങളിൽ ക്ഷീണം ഇവർക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവികമായ ആരോഗ്യവും കൃപയും ഉണ്ടാകട്ടെ. ദൈവ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ, കർത്താവിന്റെ മുഖം കാണാൻ അങ്ങയുടെ കൃപ ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ കൂടുതൽ ബൈബിൾ വചനങ്ങൾ ഇവർ വായിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. ചിലർ കർത്താവ് ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. ചിലർ അവരുടെ ഇരുമ്പായുധങ്ങൾ കൂടുതൽ മൂർച്ച വെപ്പിക്കുന്ന ദിവസങ്ങളായി ഈ 10 ദിവസങ്ങൾ മാറട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. ഇന്നു മുതൽ ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിന്റെ മഞ്ഞും മഴയും അയച്ച് അതതിന്റെ സമയത്ത് ദൈവ പദ്ധതികൾ അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. ഈ 10 ദിവസം അതിശക്തമായ പ്രാർത്ഥന. എസ്തേറിന്റെ പുസ്തകത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ 10 ദിവസം കൊണ്ട് 10 അധ്യായങ്ങൾ നമ്മൾ തീർക്കും, 10 അധ്യായങ്ങൾ നമ്മൾ വായിക്കും. അങ്ങനെ ശക്തിയുള്ള രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന എസ്റ്റേഴ്സ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ എല്ലാവരെയും കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. Love you.